ഡോഗിനെ എന്ത് പറയും? ഹോസ്റ്റ് എന്ന് പറയും. അപ്പോൾ പാരാസൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോസിറ്റീവായിട്ടും ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവമായിരിക്കും കിട്ടുന്നത്. അതായത് ഒരാൾ ബെനിഫിറ്റഡ് ആയിരിക്കും, ഒരാൾ ഹാർംഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാവുന്ന കേസ് ഡോഗും ടിക്കുവാന്ന് വെച്ചു. ഡോഗിനെ ടിക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഡോഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഈ ടിക്ക് ജീവിക്കുന്നത്. ഡോഗിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? പക്ഷെ എന്താ, അതിന് ചൊറിയുന്നുണ്ട്, അതിന്റെ മേത്ത് നിന്ന് എന്താ ബ്ലഡ് കുടിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉപദ്രവം, അതിന് ഹാം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ടിക്കിന് എന്ത് കിട്ടുന്നുണ്ട്? ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ, ടിക്കിന് ഗുണവും ബെനിഫിറ്റഡും, ഡോഗിന് എന്താണ് ഹാർംഫുള്ളുമാണ്. ഈ ഡോഗിനെ എന്ത് പറയുന്ന പറഞ്ഞത് അറിയാ? വെരി ഗുഡ്. ഡോഗിന് പോസിറ്റീവ് ആണ്, സോറി ഡോഗിന് നെഗറ്റീവ് ആണ്, ടിക്കിന് എന്താണ് പോസിറ്റീവ് ആണ്. ആ ടിക്കിനെ എന്താ വിളിക്കുക? ടിക്കിനെ എന്താന്ന് പറയാൻ നമുക്കൊരു പേര് പറഞ്ഞല്ലോ. വെരി ഗുഡ്. പാരാസൈറ്റ് എന്ന് പറയും. അപ്പോൾ പാരാസൈറ്റിസ് എല്ലാവർക്കും മനസ്സിലായോ? ഇനി അതിന് വേറൊരു എക്സാമ്പിൾ ആണ് ഹ്യൂമനും മോസ്കിറ്റോയും. മനുഷ്യനും കൊതുകും. എല്ലാവരും കൊതുക് കടിക്കാറില്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ, ചൊറിച്ചില് ഇതൊക്കെ ഉണ്ടാവും അല്ലേ? നമുക്കതിന് എപ്പോഴും കണ്ടിക്കൊണ്ടു കിട്ടാറുണ്ടോ? ഇല്ല, മിക്കപ്പോഴും സ്കിപ്പായി അല്ലേ? അപ്പൊ കൊതുകിനാണെങ്കിൽ ബ്ലഡ് കിട്ടും, അതിന്റെ ഫുഡ് കിട്ടും. നമുക്കാണെങ്കിൽ എന്താ, നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നമ്മളാണ് അവിടെ ഹോസ്റ്റ്, കൊതുകാണ് അവിടെ എന്ത്, പാരസൈറ്റ്. പിന്നെ ഈ പാരസൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊരു ഹോസ്റ്റ് ബോഡി ഇല്ലാണ്ട് ഈ പാരസൈറ്റിന് ജീവിക്കാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഈ ടിക്കിന് ഡോഗ് ഇല്ല എങ്കിൽ നിലനിൽക്കാൻ പറ്റും? ഇല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു ഓർഗാനിസം വേണം അതിന് ഫുഡ് കിട്ടാനും അതിനൊരു ഷെൽട്ടർ കിട്ടാനും. അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പാരസൈറ്റിന് ജീവിച്ചു പോകാൻ പറ്റില്ല. അടുത്ത ഇന്ററാക്ഷൻ ആണ് വായിച്ചേ, കാണാമോ എല്ലാവർക്കും? താഴത്തെ പോയിന്റ് beneficial to one organism and harmful to another. Prey gets harmed by prey. Example, eagle and chicken, lion and deer. അടുത്ത ഇന്ററാക്ഷന്റെ പേരാണ് predation. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ? ലയണും ഡിയറും. നിങ്ങൾ ഫോറസ്റ്റിൽ പോവാന്ന് പറഞ്ഞില്ലേ? ഫോറസ്റ്റിൽ പോകുമ്പോൾ അവിടെ ടൈഗർ, ഡിയർ, ലയൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ലയണും ഡിയറും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലയൺ ഡിയറിനെ കണ്ട വെറുതെ ഇടുക ഇല്ല, പുറകെ ഓടിപ്പോയി അതിനെ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും? ഭക്ഷണമാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളുണ്ടല്ലോ ഡിയർ, അയാൾക്ക് ഹാർംഫുൾ ആണോ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടാറത്? അല്ലേ? അപ്പൊ ഡിയറിന് ഹാർംഫുൾ ആയിരിക്കും. ലയൺ എന്തായിരിക്കും ചെയ്യാ? ബെനിഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, ലയണിന് ബെനിഫിറ്റഡ് ആയിരിക്കും, ഡിയറിന് ഹാർംഫുൾ ആയിരിക്കും. ഡിയറിന്റെ ലൈഫ് തന്നെ പോകും. പക്ഷെ ലയൺ എന്തായിരിക്കും? അതിന്റെ ഫുഡ് കഴിക്കും. അപ്പൊ ഇതിൽ ആരാ പോസിറ്റീവ്? ലയൺ ആണ് പോസിറ്റീവ്. ഡിയറിന് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ ലയണിനെ നമ്മളൊരു പേര് പറയും. എന്താണെന്ന് അറിയാമോ? predator. ലയണിനെ എന്തെന്ന് വിളിക്കും? predator. ഈ ഡിയറിനെ നമ്മൾ prey എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇന്ററാക്ഷൻ നോക്കാൻ പോവാണ്. ഈ ഒന്ന് വായിച്ചേ, എല്ലാവർക്കും കാണാമോ? എക്സാമ്പിളിലൂടെ
ഓർക്കിഡ് ഉണ്ട്? ആ, രണ്ടുപേരുടെ വീട്ടിൽ ഓർക്കിഡ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാണോ നട്ടത്? അല്ല. ഓക്കെ, അമ്മ എവിടെ നട്ടിരിക്കുന്നത്? വളർന്നു നിൽക്കുന്നതായിട്ടുണ്ടാവില്ലേ? അത് മരത്തിൽ പറ്റി പിടിച്ചല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് മരത്തിന് എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക്? ഇല്ല, മരത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഓർക്കിഡ് പക്ഷെ പൂത്ത് നിൽക്കുന്ന അതിന് കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഓർക്കിഡിന് ഗുണമുണ്ട്, പക്ഷെ ട്രീക്ക് പ്രത്യേകിച്ച് ഗുണവുമില്ല ദോഷവുമില്ല. അങ്ങനെയുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമൻസാലിസം എന്ന് പറയുന്നത്. ഇനി ഈ ഓർക്കിഡ് ചെടിക്കാണെങ്കിൽ മരത്തിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇച്ചിരി ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് സുഖമായിട്ട് സൺലൈറ്റ് കിട്ടും. അപ്പൊ എന്താ, അവരുടെ ഫോട്ടോ സിന്തസിസ് എളുപ്പത്തിൽ നടക്കും അല്ലെ? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. താഴെ നിൽക്കുന്നതിനൊക്കെ കൂടുതൽ സൺലൈറ്റ് കിട്ടില്ലേ? പിന്നെ ഇവരുടെ വേരുകൾക്ക് ഒരു പ്രത്യേകത. ഈ വേരുകൾ ഒരിക്കലും ആ മരത്തിന്റെ തടിയുടെ അകത്തേക്ക് കടന്നു പോകില്ല. പകരം അതിങ്ങനെ ചുറ്റും പറ്റി പിടിച്ചിരുന്നിട്ട് ഈ എയറിലുള്ള മിനറൽസിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആരൊക്കെയാ? ഇതിൽ ആർക്കാ ഗുണം? അപ്പൊ ഓർക്കിഡാണ് പോസിറ്റീവ്. ട്രീക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ 0, ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ അടുത്തൊരു ഇന്ററാക്ഷൻ നോക്കാൻ പോകാം. ഇതൊന്ന് വായിച്ച നമുക്ക് എല്ലാവർക്കും കാണാവോ? Beneficial to both organisms. Example, flower and butterfly. Like this. Okay. അടുത്ത ഇന്ററാക്ഷന്റെ പേരാണ് മ്യൂച്വലിസം. നമ്മൾ പഠിക്കുന്ന 4ാമത്തെ ഇന്ററാക്ഷന്റെ പേരാണ് മ്യൂച്വലിസം. മ്യൂച്വലിസത്തിൽ രണ്ടുപേർക്കും ഗുണമാണെന്ന് നമ്മൾ പറഞ്ഞത്. രണ്ടുപേരും എന്താണ്? ബെനിഫിറ്റഡ് ആണ്. രണ്ടുപേരും ബെനിഫിറ്റഡ് ആണെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും അവിടെ ഹാംഫുൾ ഉണ്ടോ? ഇല്ല. രണ്ടുപേർക്കും പോസിറ്റീവേ ഉള്ളൂ അല്ലെ? അതിന് എക്സാമ്പിൾ ആണ് ഫ്ലവറും ബട്ടർഫ്ലൈയും. ശ്രദ്ധിച്ചിട്ടില്ലേ? ബട്ടർഫ്ലൈ ഫ്ലവറിൽ വന്നിട്ട് തേൻ കുടിക്കുന്നത്. അപ്പൊ അതിനെന്താ? തേൻ കിട്ടും, അതിന് ഫുഡ് കിട്ടും. ഈ ബട്ടർഫ്ലൈ വന്ന് പൂവിലിരിക്കുമ്പോൾ പൂവിന്റെ മുഖത്ത് എന്തുണ്ട്? പൂമ്പൊടിയുണ്ട്. പൂമ്പൊടി ബട്ടർഫ്ലൈയുടെ മേത്ത് ഒട്ടിപ്പിടിക്കും. അത് എന്തിനു സഹായിക്കും? വെരി ഗുഡ്, പോളിനേഷന് സഹായിക്കും. അപ്പൊ എന്താ? രണ്ടുപേർക്കും അവിടെ ഗുണമാണ്. ഫ്ലവറിനും ഗുണമാണ്, ബട്ടർഫ്ലൈക്കും ഗുണമാണ്. ഫ്ലവറിനും ഗുണമാണ്, ബട്ടർഫ്ലൈക്കും ഗുണമാണ്. അപ്പൊ രണ്ടുപേരും പോസിറ്റീവ് അല്ലേ? രണ്ടുപേരും പോസിറ്റീവ്. അടുത്തൊന്ന് വായിക്കുവാണി. എല്ലാവരും നോക്കണേ. കോമ്പറ്റീഷൻ. At first, harm to both, later benefit for the winner. Example, crop and wheat, lion versus lion. അടുത്തതിന്റെ പേരാണ്, അടുത്ത ഇന്ററാക്ഷന്റെ പേരാണ് കോമ്പറ്റീഷൻ. ഇവിടെ എന്താണെന്നാ പറഞ്ഞത്? രണ്ടുപേർക്കും വേദിക്കത്തില്ലേ? കോമ്പറ്റീഷൻ അല്ലേ? ഇപ്പോ ഒരു ചേച്ചി അനിയത്തിയും കൂടെ അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും എന്താ? വേദന ഉണ്ടാവും. നിങ്ങൾ വിട്ടുകൊടുക്കുവോ അനിയനെ? അനിയത്തിക്ക് വിട്ടുകൊടുക്കുവോ? ഇല്ല. ഇങ്ങോട്ടൊന്നും കിട്ടിയാൽ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ജീവികൾക്ക് തമ്മിലും ഉണ്ടാവാറുണ്ട്. ഒരേ ഫുഡ് ഐറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു മാൻ അവിടെ കിടക്കുവാണ്. രണ്ട് സിംഹം വന്നു കഴിഞ്ഞാൽ അവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കില്ലേ? നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ആൾക്കാരായിരിക്കും ഫുഡ് കിട്ടുക. അപ്പൊ ജയിക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ആണ്, പക്ഷെ തുടക്കത്തിൽ രണ്ടുപേർക്കും വേദന ഉണ്ടാവില്ലേ? രണ്ടുപേർക്കും ഹാംഫുൾ ആയിരിക്കും. ഇനി ഈ പടം കാണാമോ നിങ്ങൾക്ക്? ഈ പടം ശ്രദ്ധിച്ച് നോക്കിക്കേ.
അല്ലാത്ത ആൾക്ക് എന്താകും? ഹാംഫുൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ലയണും ലയണും കൂടെ ഫൈറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സംഭവിക്കുക? നെഗറ്റീവ് ആയിരിക്കും രണ്ടുപേർക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് 5 ഇന്ററാക്ഷനുകൾ പഠിച്ചു. ഒന്നാമത്തെ എന്ത് പഠിച്ചു? പാരാസൈറ്റിസം. ചോദിക്കുന്നതാണ് പറയാ. രണ്ടാമത്തെ എന്ത് പഠിച്ചു? ഓക്കെ. മൂന്നാമത്തെ എന്താ പഠിച്ചേ? നാലാമത്തെ? അഞ്ചാമത്തെ എന്ത് പഠിച്ചു? കോമ്പറ്റീഷൻ. ഓക്കെ. പാരാസൈറ്റിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവും. അവിടെ പോസ്റ്റ് ഉണ്ട്, പാരാസൈറ്റിസം ഉണ്ട്. ഇനി ടീച്ചർ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഈ കുയിലും കാക്കയും കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിനെ പറ്റി. ഈ കുയിലിന്റെ എന്താ പ്രത്യേകത? കുയിലും കാക്കയും തമ്മിൽ എന്താ ബന്ധം? കുയില് കൂടുണ്ടാക്കത്തില്ല, കാക്ക കൂട്ടിപ്പോയി മുട്ടയിടും. അപ്പൊ എന്നിട്ട് എന്താ? കാക്ക അമ്മയെ പറ്റിക്കും. കാക്കമ്മ എന്ത് ചെയ്യും? സ്വന്തം കുഞ്ഞാന്ന് വിചാരിച്ച് ഈ കുയിലിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യും. അത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഇന്ററാക്ഷനുമായിട്ട് മാച്ച് ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വെരി ഗുഡ്. പാരാസൈറ്റിസം. ഒരു 2 ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ. പാരാസൈറ്റിസം ഒരു എക്സാമ്പിൾ ആണിത്. കുയിലും കാക്കമ്മയും. കാക്കമ്മയെ പറ്റിക്കുമല്ലേ ശരിക്കും? എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? കാക്കമ്മയുടെ എനർജി അവിടെ വേസ്റ്റ് ആവുമല്ലേ? പക്ഷെ കുയിലിനാണെങ്കിലോ സുഖമായിട്ട് തന്റെ മക്കളെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇതിനെ നമുക്ക് ബ്രൂഡ് പാരാസൈറ്റിസം എന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനല്ല, ടീച്ചർ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെന്ന് പറഞ്ഞേ. എക്കോളജിക്കൽ ഇന്ററാക്ഷനും അതിന്റെ എക്സാമ്പിൾസും വെച്ചിട്ട് നമ്മൾ ഒരു മാച്ച് ഫോളോയിങ് ചെയ്യാൻ പോകും. വർഷ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ 2 ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. അടുത്ത പ്രിയ ഒന്ന് വന്നേ. അടുത്ത ഇന്ററാക്ഷന്റെ പേര് വായിച്ചേ. മ്യൂച്വലിസം. മ്യൂച്വലിസം ഇതിൽ ഏതായിരിക്കും? അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും? രണ്ടുപേർക്കും ബെനിഫിറ്റ് ആയിരിക്കും. ഒരു 2 ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ. കാത്തുകുത്തുന്നേ. അടുത്ത ഇന്ററാക്ഷൻ വായിച്ചേ. പ്രഡേഷൻ. ഇത് ഏതായിരിക്കും പ്രഡേഷൻ? തീറ്റയും ഡീലും തമ്മിലുള്ളതായിരിക്കും. എങ്ങനെയായിരിക്കും അവരുടെ റിലേഷൻ പോവുക? ഒരാൾക്ക് ബെനിഫിറ്റ് ഒരാൾക്ക് ഹാർമോണി. ഒരു 2 ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ. ആണിയൊന്നേ. അടുത്ത ഇന്ററാക്ഷൻ വായിച്ചേ. പാരാസൈറ്റിസം. ഇതിൽ ഏതാ പാരാസൈറ്റിസം കാണിക്കുന്നത്? കൊതുകും മനുഷ്യനും. എങ്ങനെയായിരിക്കും അവരുടെ ഇന്ററാക്ഷൻ? മനുഷ്യന് ഹാർംഫുള്ളും കൊതുകിന് ബെനിഫിറ്റും ആണ്. ശരിയല്ലേ? ഒരു 2 ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ.
കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ. ഇതിലേതാ കോമ്പറ്റീഷൻ കാണിക്കുക? മാനും മാനോടാണ്. എങ്ങനെയാ അവരുടെ ഇന്ററാക്ഷൻ വരിക? രണ്ടുപേർക്കും രണ്ടുപേർക്കും ഹാർംഫുൾ ആയിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? ടു ഫിംഗർ ക്ലാപ്പ് കൊടുത്തേ. ഇപ്പൊ നമ്മള് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ടീച്ചർ കുറച്ച് ചോദ്യം ചോദിക്കാം. What do you mean by ecological interaction, Aditi? Interaction of organisms in their ecosystem. Very good. Predation or example പറഞ്ഞേ Aditi. Tiger and deer. Okay, very good. അതെങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് എന്ന് പറയാമോ? അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും? ഒരാൾക്ക് ബെനിഫിറ്റും ഒരാൾക്ക് ഹാർംഫുൾ ആയിരിക്കും. രണ്ടുപേരുടെ പേര് അതിൽ പഠിച്ചില്ലായിരുന്നു നമ്മള്? രണ്ടുപേരുടെ പേര് ഈ ഹാർംഫുള്ളും ബെനിഫിറ്റും പ്രെഡേറ്ററും ഒന്ന് പ്രേയും. വെരി ഗുഡ്. പ്രെഡേറ്ററും പ്രേയും. പ്രേയ്ക്ക് ഹാർംഫുൾ ആവും, പ്രെഡേറ്ററിന് ഫുഡ് കിട്ടും. ഓക്കെ, കമൻസാലിസത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല? കമൻസാലിസ് എന്തായിരുന്നു? ഒരാൾക്ക് ഹാർംഫുൾ ആണോ? ശരിയാണോ? ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇനി അതിനൊരു എക്സാമ്പിൾ പറയാമോ? ഒരാൾക്ക് മുത്ത് പറഞ്ഞു തന്നു, ഒരാൾക്ക് ബെനിഫിറ്റഡ് ആണ്, ഒരാൾക്ക് എന്താണ്, ഒരു പ്രശ്നമില്ല. ഈ അപ്പം അതിന് നമ്മൾ എക്സാമ്പിൾ ഓർക്കിഡും ഇരുന്നു. ഇനി ടീച്ചർ ഒരു ഹോംവർക്ക് അല്ല, എല്ലാവരും ബുക്ക് എടുത്തേ. Describe ecological interaction between organisms and their role in maintaining the balance and their role in maintaining the balance and stability of an ecosystem. ഈ വരുന്ന ഫ്രൈഡേ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി ഭംഗിയായിട്ട് ബോർഡറൊക്കെ വരച്ച് കൊണ്ടുവന്ന് വെക്കണം. ഈ ഫ്രൈഡേ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. താങ്ക് യു.